ക്രിസ്ത്യാനിയുടെ പ്രിയമുള്ള ജെയിംസ് അച്ഛ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ വിശിഷ്ട വ്യക്തികളായിരിക്കുന്ന പ്രിയമുള്ള കുട്ടികളെ, നിങ്ങൾ ഇന്നലെ വിശുദ്ധ കുമ്പസാരം എന്ന ഉദാശ സ്വീകരിച്ചു. നിങ്ങളിന്ന് 2 ഉദാശകൾ കൂടി സ്വീകരിക്കുകയാണ്. എന്തൊക്കെയാണത്? നിങ്ങൾ പറയുമ്പോൾ ഉറക്കെ പറയണം, കുറേയുള്ളവരോട് കേൾക്കണം. എന്താണ്? വിശുദ്ധ കുർബാനയും സ്ഥൈര്യലേപനമാണ് സ്വീകരിക്കുക. ഇത് 2 ഉദാശകൾ. എന്താണ് ഉദാശ എന്ന് നിങ്ങൾക്കറിയാം? എന്താണ് ഉദാശ? മറന്നുപോയോ? ഉറക്കെ പറയൂ, പറയുന്നവർ പെട്ടെന്ന് പറയൂ. അദൃശ്യമായ ദൈവിക പ്രസാദം നമുക്ക് നൽകുന്ന ദൃശ്യമായ അടയാളമാണ് ഉദാശ. അപ്പൊ ഇത് ദൃശ്യമായ കാര്യങ്ങളുണ്ട്, അദൃശ്യമായ കാര്യങ്ങളുണ്ട്. ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾ കുമ്പസാരിച്ചപ്പോൾ എന്താണ് ദൃശ്യമായ കാര്യങ്ങൾ? അച്ഛൻ അവിടെ ഇരിക്കുന്നു, കുമ്പസാരം കൂടെ അവിടെ ഉണ്ട്, നിങ്ങൾ നിങ്ങളുടെ പാവങ്ങളൊക്കെ എഴുതി കൊണ്ടുവന്നാണ് കുമ്പസാരിച്ചത്. ഇതാണ് ദൃശ്യമായ കാര്യം. പക്ഷെ നിങ്ങൾ ആക്ട് ചെയ്തപ്പോൾ അവിടെ അദൃശ്യമായ കാര്യം സംഭവിച്ചു. എന്താണത്? അച്ഛൻ ഈശോയായിട്ട് മാറി, നിങ്ങളുടെ പാവങ്ങൾ ഈശോയാണ് ക്ഷമിച്ചത്. അതാണ് അത് വിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അതുപോലെയാണ് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? അച്ഛൻ അപ്പം എടുക്കും, അല്ലെ, വീഞ്ഞെടുക്കും, ശരി. അതിനുശേഷം കുർബാനയിൽ അച്ഛൻ അത് ആശീർവദിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായിട്ട് മാറും. അപ്പൊ കാണുന്ന കാര്യങ്ങളുണ്ട്, കാണാത്ത കാര്യങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസം തലമാണ്. മനുഷ്യന് മാത്രമേ വിശ്വസിക്കാനും ബോധ്യപ്പെടാനും സാധിക്കുള്ളൂ. മറ്റു മൃഗങ്ങൾക്കൊന്നും അതിന്റെ കഴിവ് ദൈവം കൊടുത്തിട്ടില്ല, മനുഷ്യന്. കാരണം മനുഷ്യൻ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇനി നിങ്ങൾ സൈക്ലേവർ സ്വീകരിക്കുമ്പോൾ എന്തായിരിക്കും ദൃശ്യമായ കാര്യങ്ങൾ? അത് അദൃശ്യമായ കാര്യമാണ്. ദൃശ്യമായ കാര്യം തൈലമെടുക്കും, അച്ഛൻ അത് നിങ്ങളുടെ നെറ്റിയിൽ, ഇതാണ് ദൃശ്യമായി. പക്ഷെ അദൃശ്യമായ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാണ് നിങ്ങൾ പറയുക. അപ്പൊ ഇതാണ് ഉദാശ. ഉദാശ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം അതാണ്. ഇന്ന് നിങ്ങൾ വൈറ്റ് ഡ്രസ്സ് ധരിച്ചിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് അർത്ഥമാക്കുന്നത്? വൈറ്റ് ഡ്രസ് പീസ് ആണ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? വിശുദ്ധിയാണ്. അതെ, പീസ് എന്ന് പറയുന്നത് ശരിയാണ്. ഈ പാവത്തിലെ വൈറ്റ് ആയിട്ടാണ്. ഇന്ന് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് ഈ വിശുദ്ധിക്കാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ വൈറ്റ് ഇട്ട് വന്നിരിക്കുക. അതൊരു സിംബോളിക്കാണ്. എന്താണ്? ഞങ്ങൾ ആത്മാവിലും ശരീരത്തിലും എന്താണ്? വിശുദ്ധരാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ഏറ്റവും അധികം വിലമതിക്കുന്നത് വിശുദ്ധിയാണ്. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് വിശുദ്ധി? ദൈവം അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധിയുടെ പ്രാധാന്യത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെ പോലെ വിവേകികളുമാകുകയും ഉണ്ടോ? ഇതാണ് വിശുദ്ധിയെ പറ്റി പറയുന്നത്. സങ്കീർത്തന പ്രകാരം പറയുന്നുണ്ട്, കർത്താവേ, അങ്ങയുടെ ആലയത്തിന് ഏറ്റവും യോജിച്ചത് വിശുദ്ധിയാണ്. കണ്ടോ, നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. പിന്നീട് പൗലോസ്ലീഹ പറയുമ്പോൾ കണ്ടോ, സങ്കീർത്തനം നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ്? അങ്ങയുടെ ആലയത്തിന് ഏറ്റവും യോജിച്ചത് വിശുദ്ധിയാണ്. നമ്മൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിച്ചത്, തൊട്ട് മുമ്പ് അച്ഛൻ പ്രാർത്ഥിച്ചു, വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുന്ദരനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത ബന്ധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കണോ. വിശുദ്ധരിലാണ് നമ്മുടെ ദൈവം സംപ്രീതനായിട്ട് വസിക്കുന്നത്. അപ്പോൾ വിശുദ്ധി ജീവിതത്തിൽ ഉടനീളം ആത്മാവിന്റെ ശരീരത്തിന്റെ വിശുദ്ധി, അതിലൊരു പടി കൂടി നിൽക്കുന്നത് ആത്മാവിന്റെ വിശുദ്ധിയാണ്. മനസ്സിലാവും? അതാണ് ദൈവം ഏറ്റവും അധികം വിലമറിയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉടനീളം ജീവിക്കാനായിട്ട് സാധിച്ചാൽ എന്താണ് ദൈവം നൽകുന്ന ഓഫർ? എന്തെങ്കിലും ഓഫർ ദൈവം തരുന്നുണ്ടോ? ദൈവം ക്രമേണ നിങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന പൊസിഷനിൽ എത്തിക്കും. ഇതാണ് സംഭവിക്കുന്നത്. എന്താണ് ദൈവം തരുന്ന ഓഫർ? ദൈവം ആഗ്രഹിക്കുന്ന പൊസിഷനിൽ നിങ്ങളെ, അത് കാണുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാർക്കും വലിയ സന്തോഷമായിരിക്കും. നാട്ടുകാർക്ക് നിങ്ങളെ പറ്റി അഭിമാനമായിരിക്കും. നിങ്ങൾക്ക് അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ വല്ലാത്ത സന്തോഷം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന പൊസിഷൻ. അതിനെപ്പറ്റി ജെറമ്യ പ്രവാചക പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, എനിക്ക് നിന്നെ പറ്റി ഒരു പദ്ധതിയുണ്ട്,
നിന്റെ നാശത്തിലുള്ള പദ്ധതി അല്ല അത്, മറിച്ച് നിന്റെ ക്ഷേമത്തിലുള്ള പദ്ധതിയാണ്. നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പദ്ധതി ദൈവത്തിന്റെ മനസ്സിലുണ്ട്. അപ്പോൾ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് ഈ പദ്ധതി മനസ്സിലാവും. എങ്ങനെയാണ് മനസ്സിലാവുന്നത്? റോമാക്കാർക്ക് ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് പൗലോസ് അത് പറയുന്നുണ്ട്. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും നിർമ്മലവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവാൻ, ദൈവത്തിന് സമർപ്പിക്കുവാൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ ഓരോ ദിവസവും ഈ ദൈവഹിതം എന്താണ് എന്ന് വിവേചിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ, അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് ക്രമേണ ഈ പദ്ധതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടെ എറണാകുളത്തേക്ക് പോകണമെങ്കിൽ ആദ്യം ബുക്കാട്ട് വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യണം, വേണ്ടേ? എന്നാലും ഞാൻ എറണാകുളത്ത് ചെല്ലുള്ളൂ. ഇതുപോലെ പദ്ധതിയിലേക്ക് എത്തണമെങ്കിൽ ഓരോ ദിവസവും ഇതാണ് ആ വചനം പറയുന്നത്. ദൈവികതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് ഓരോ ദിവസവും ദൈവികതം എൻ്റെ ജീവിതത്തിൽ എന്താണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. എപ്പോഴാണ് സാധിക്കുന്നത്? ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമായിട്ട് മാറുമ്പോഴാണ് അത് സാധിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക. ആ പദ്ധതിയിലെ എത്തിക്കാനായിട്ട്, ആ ലക്ഷ്യത്തില് നമ്മെ എത്താനായിട്ട് സഹായിക്കുന്ന ഭക്ഷണമാണ് എന്താണ്? ഈശോയുടെ ശരീരവും രക്തവും. ഈശോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് തൊടാനും തിന്നാനും അനുഭവിക്കാനും ഉള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഈ പ്രപഞ്ചത്തിന്റെ ദാതാവായ ദൈവം തന്നെ മാറ്റി. ഈശോ പൂർണ്ണമായിട്ട് തന്നെ ആവാഹിച്ചു. എവിടേക്കാണ് ആവാഹിച്ചത്? ആ അപ്പത്തിലേക്കും വീതിയിലേക്കും. അതാണ് നമ്മളത് കഴിക്കുമ്പോൾ ഈശോയുടെ ശരീരവും രക്തവും കഴിക്കുമ്പോൾ അതാണ് വചനം പറയുന്നത്, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയം. അതാണ്. അപ്പൊ യോഗ്യതയോടുകൂടി വേണം നമ്മളെ അപ്പം ഭക്ഷിക്കാൻ. അതാണ് പൗലോസ് ലേഖനത്തിൽ പറയുന്നത്. യോഗ്യതയോടുകൂടി നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കണം, ഈ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യണം. ഇപ്പോഴാണ് സംഭവിക്കുക. മുന്നോട്ട് പോവുകയാണ് പ്രിയമുള്ളവരാണ്. യോഗ്യത തെറ്റ് പറ്റാതെ നോക്കണം. അതാണ് ദൈവം പറയുക. തെറ്റ് പറ്റാതെ നോക്കണം. തെറ്റിപ്പോയാൽ തിരുത്തണം. ഇതാണ് ദൈവം പറയുക. യോഹന്നാൻ ഇതിനെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ തെറ്റിപ്പോയാൽ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആരുണ്ട്? സ്വർഗത്തിൽ നിങ്ങൾക്ക് ഈശോയുണ്ട്. അവൻ നമുക്ക് വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ്. അപ്പോൾ ആ ഈശോയെ മനസ്സിൽ വെച്ച്, അല്ലെങ്കിൽ ആ ഈശോ ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം. അപ്പം നിരാശപ്പെടേണ്ട കാര്യമില്ല. തെറ്റിപ്പോയി കർത്താവേ എന്ന് പറയുമ്പോൾ ഈശോ നമ്മളെ സ്വീകരിക്കും. ഈശോ നമ്മളെ സ്വീകരിച്ചിട്ട് എന്ത് നമുക്ക് നൽകും? നമുക്ക് പ്രസാദവരം നൽകും. പ്രസാദവരം. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രസാദവരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എഫെസോസ്യർക്ക് ലേഖനം 3-ാം വാക്യത്തിൽ പ്രകാരം പറയുകയാണ്, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അപ്പുറം ചെയ്തു തരാൻ കഴിയുന്ന ദൈവത്തിന് മഹത്വം ഉണ്ടാകും. അപ്പൊ ഈ പ്രസാദപരത്തിൽ ജീവിക്കണതൊക്കെ ക്രിസ്ത്യാനികളോട് കുഞ്ഞുനാൾ മുതൽ പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. കാരണം ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നതിൽ അപ്പുറം എത്തിക്കാനായിട്ട് കഴിയും. ഈ പ്രസാദപരത്തിൽ നമ്മൾ ജീവിക്കുന്ന ദൈവാത്മാവാണ് നമ്മൾ ജീവിക്കുക. രണ്ടാമത്തെ കാര്യം സ്ഥൈര്യലേപനമാണ്. നമ്മൾ സ്ഥൈര്യലേപനം സ്വീകരിക്കണം. സ്ഥൈര്യലേപനം സ്വീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മക്കളെ? പറഞ്ഞേ. സ്ഥൈര്യലേപനം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന വരദാന ഫലങ്ങളാൽ നമ്മളെ നിറയ്ക്കുകയാണ്. അതായത് ഇനി മുതൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആത്മീയദാനത്തിന്റെ കുറവില്ല. പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തുവിൽ പക്വതയാർന്ന വ്യക്തികളായിട്ട് നിങ്ങൾ മാറുകയാണ്. ഇനി നിങ്ങൾക്ക് നന്മ തിന്മ എന്താണ് എന്നുള്ളത് ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യം ഇല്ല. കാരണം പരിശുദ്ധാത്മാവ് ഗൂഗിൾ ആന്റിയായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ആരായിട്ട് പ്രവർത്തിക്കുകയാണ്? ഗൂഗിൾ ആന്റി. എന്താ ഗൂഗിൾ ആന്റിയുടെ പ്രത്യേകത? എന്താണ് ഗൂഗിൾ ആന്റിയുടെ പ്രത്യേകത? ഒരു പ്രത്യേകത ഇല്ലേ? നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്താണ് ഗൂഗിൾ ആന്റി നമുക്ക് പറഞ്ഞു തരും. യു ടേൺ റൈറ്റ്, യു ടേൺ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു തരില്ലേ? അതാണ് ഗൂഗിൾ ആന്റി. അപ്പൊ നമ്മളതനുസരിച്ച് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ലക്ഷ്യത്തില്
എത്തിക്കും. അപ്പൊ ഇനി മുതൽ നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളിൽ നിങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ആ സ്വരം കേൾക്കണം. അത് ഒരുപക്ഷെ മാതാപിതാക്കളിലൂടെ ആയിരിക്കും സംസാരിക്കുന്നത്, ഒരുപാട് ടീച്ചേഴ്സിലൂടെ ആയിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിലൂടെയൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിന് ആത്മാവിൻ്റെതായ എന്തുണ്ട് രീതികളുണ്ട്. അപ്പോൾ ആ സ്വരം ശ്രദ്ധിക്കുക. അതാണ് യെശയ്യാ പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പറഞ്ഞില്ലേ, നീ നടക്കുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. എന്താണത്? മകനെ, മകളെ, ഇതാണ് വഴി, ഇതിലൂടെ. ഇതിനെപ്പറ്റി മാറൂക്ക് പ്രവാചക പുസ്തകം പറയുന്നുണ്ട്. 2-5 വാക്യത്തില് ഇപ്രകാരം പറയുകയാണ്, ഇസ്രായേൽ ജനം അവരുടെ ജീവിതത്തിൽ സംഭവിച്ച തകർച്ചയെ ധ്യാനിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടുത്തേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലംപൊത്തി. എന്താണ് വചനം? ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സ്വരം ശ്രവിക്കാതെ അവിടുത്തേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ ഉന്നതി പ്രാപിക്കാതെ. പ്രിയമുള്ളവർ, അച്ഛൻ DAD സെന്ററിലാണെന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ? ഒത്തിരി യുവാക്കളെ അച്ഛൻ കാണുന്നുണ്ട്. നിങ്ങളെ പോലെ ഇതുപോലെ തന്നെ അംഗവാസികളും സൈൻ ലേബറും ഒക്കെ കഴിഞ്ഞു പോയ കുട്ടികളാണ്. ആഘോഷമായ ദിവസം കഴിഞ്ഞു പോയി. പിന്നെ എന്ത് സംഭവിച്ചു? പലരും ഡ്രഗ്സിനായിട്ട്, ചിലർ പ്രേമക്കടിയിലായി, ചിലർ മൊബൈൽ ഫോൺ അഡിക്ഷനിലേക്ക് വന്നു, ചിലർ അശ്ലീലമായ വീഡിയോകൾ കാണാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ എന്ത് സംഭവിച്ചു? അധപതനമുണ്ടായി. അവരെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ത് സംഭവിച്ചു? പാളി. ഇനി അത് തിരിച്ചു വരും. ദൈവത്തിന്റെ പദ്ധതിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ദൈവത്തിന് അകന്നു പോയാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി അത് തിരിച്ചറിഞ്ഞ് അവർ തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു, മുന്നോട്ട് പോകുമ്പോൾ ദൈവം അവരോട് കരുണ കാണിക്കും. ദൈവം ഒന്നും മാറ്റിവെക്കുന്നില്ല. പക്ഷേ അത് നമുക്ക് കിട്ടേണ്ട സമയാസമയങ്ങളിൽ കിട്ടാതെയുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ജാഗ്രത പുലർത്തണം. നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ നിർവീര്യമാക്കാനായിട്ട് പാടില്ല. ഞാൻ അവസാനിപ്പിക്കണം കേട്ടോ, കൂടുതലായിട്ട് ഞാൻ സംസാരിക്കും. നമ്മൾ പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കരുത്. ഈ ആത്മാവാണ് നമ്മുടെ ശക്തി. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കുക. നിർവീര്യമാക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ബോധപൂർവ്വം ഒഴിവാക്കുക. നിർവീര്യമാകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭാവമാണ്. ഇപ്പോൾ നമ്മൾ ജാഗ്രത കാണിക്കണം. എങ്ങനെയാണ് നമ്മൾ ജാഗ്രത കാണിക്കേണ്ടത്? മക്കളെ ശ്രദ്ധിച്ച്, എങ്ങനെയാണ് നമ്മൾ ജാഗ്രത കാണിക്കേണ്ടത്? നമ്മുടെ ആത്മാവിൽ എങ്ങനെയാണ് നമ്മൾ ജാഗ്രതയോടുകൂടി ജീവിക്കേണ്ടത്? ദൈവകൽപ്പനകൾ 10, തിരുസഭയുടെ കൽപ്പനകൾ 5, പിന്നെ കാരുണ്യ പ്രവൃത്തികൾ 14. അപ്പൊ ഈ 4 സെക്ഷൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഇടയ്ക്ക് നോക്കണം. ഇതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, അതൊരു വിരുദ്ധമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതാണ് ജാഗ്രത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നന്മയിൽ വളരും, തിന്മ നമ്മൾ ഉപേക്ഷിക്കും. പ്രിയമുള്ളവരെ, അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ജാഗ്രതയാണ് മക്കൾക്ക് വേണ്ടത്. ഈ ജാഗ്രതയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. അപ്പോൾ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും. എന്താണ് പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന എന്തും ദൈവം നിങ്ങൾക്ക്. നേരത്തെ ഞാൻ പറഞ്ഞ 2 വചനങ്ങളൂടെ ചേർന്ന് പോകുന്ന വചനമാണ്. നമ്മൾ ലക്ഷ്യത്തിലേക്കാണ് ദൈവം നമ്മളെ നയിക്കുക. അതുകൊണ്ട് ആ ലക്ഷ്യം പ്രാപിക്കാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അത് പ്രാപിച്ചവരായിട്ട് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ദൈവവും മനുഷ്യരും നിങ്ങളെ ഒത്ത് സന്തോഷിക്കാനിടയാകട്ടെ, അഭിമാനിക്കാനിടയാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മാതാപിതാക്കളെ കൃത്യമായിട്ട് നിങ്ങളെ കൊണ്ടുവന്ന മാതാപിതാക്കളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ